അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു സൂപ്പർ വീഡിയോ ആണ്, അടിപൊളി വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഓടിപ്പോയി വീഡിയോ കാണാൻ പറ. അപ്പം പൊന്നുവിനെ കൂട്ടാൻ വേണ്ടി പപ്പായും മോളും കൂടെയാണ് ഈ വട്ടം പോകുന്നത്. ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റായി ഇരുന്നാണ്. പക്ഷെ രാവിലെ ആയപ്പോൾ എനിക്ക് ഇത്തിരി ക്ഷീണം. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമൻ്റൊക്കെ കിടക്കുന്നുണ്ട്, ശ്രീകുട്ടൻ ഇപ്പോൾ യാത്രയൊന്നും ചെയ്യണ്ട, നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിരിക്കുക, ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് എൻ്റെ യാത്ര ഒഴിവാക്കി. ഇവർ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എങ്ങനെയൊക്കെ എടുക്കുമെന്നൊന്നും അറിയത്തില്ല. അതുമല്ല നമ്മൾ സ്ഥിരം പോകുന്ന വണ്ടി ഇന്നെന്തോ ടെസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് പണിക്ക് കയറ്റിയേക്കാണ്. അപ്പം ജോസേട്ടനാണെങ്കിൽ ഇന്നൊരു എയർപോർട്ട് ഓട്ടോ ഉണ്ട്. അപ്പം വേറെ ജോസേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് നമുക്ക് വന്നേക്കുന്നത്, വേറൊരു വണ്ടിയാണ്, നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു വണ്ടിയാണ്. ജോസേട്ടൻ തന്നെ അറേഞ്ച് ചെയ്തത് കേട്ടോ. കുട്ടമ്മോനും മോളും കൂടെയാണ് ചേച്ചിനെ വിളിക്കാൻ വേണ്ടി പോകുന്നത്. കൊച്ചിനോട് ചുമയായതുകൊണ്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. പപ്പായ്ക്ക് പപ്പ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ പോകുന്നുണ്ട്. എങ്ങനെ ആവും എന്നറിയത്തില്ല, ഛർദിക്കുവോ ചുമയാണോ, ചുമ കൂടുവോ? ഈ വളവ് കഴിയുന്നോടം വരെ, തൊടുപുഴ ചെല്ലുന്നോടം വരെ ഛർദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരാളാണേൽ ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ കാലൊക്കെ നീട്ടി ഉറങ്ങിയാണ് വരുന്നത്, എപ്പോഴും ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തലവണ്ണയും ഒരു ഷാളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, തണുപ്പല്ലേ വാഗമണ്ണിയിലൊക്കെ. പിന്നെ കൊച്ചൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ കൊണ്ടായിരിക്കും കൊച്ചു പോകുന്നത്. കൊച്ചായിരിക്കും വീഡിയോഗ്രാഫർ. എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല. ചേച്ചി വരുന്നതെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് എടുക്കണം. ആണോ? എന്നെ വിളിക്കണേ, ഇവിടുത്തെ ഫോണിലോട്ട് വിളിക്കണേ. അമ്മയുടെ ഫോണും കൂടെ പോയോണ്ട് ഫുള്ള് പോസ്റ്റ് കേട്ടോ. അതുപോലെ പപ്പയുടെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കാനും കൊടുത്തേക്കോണ്. അതുകൊണ്ട് ആ പാട് രണ്ട് ഫോണേ ഉള്ളൂ ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും പറയാനൊക്കെ. അതിലൊന്ന് വീഡിയോ എടുക്കുന്ന ഫോണും എൻ്റെ പഴയ ഫോൺ പോയോണ്ട് ഫുള്ള് പോസ്റ്റാണ്. ചേച്ചി വരുന്നതും വിളിച്ചിട്ട് ചെക്കിങ് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കണം. വിളിക്കാനോ രാധമ്മയെന്ന് വിളിക്കാനോ ഒന്നും ഒരു നിവൃത്തി എനിക്കില്ല. ചെറിയ ഫോൺ ഉണ്ട്, അത് വെച്ച് വിളിക്കാം. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയി കൂട്ടിക്കൊണ്ട് വരിക. എനിക്കും അമ്മയ്ക്കൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പം ചേട്ടന്മാർ ഇവിടെ വയറിങ്ങിൻ്റെ കുറച്ച് പണി ഉച്ച കഴിഞ്ഞ് വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊച്ചിന് ഇതുപോലെ ചുമയാണ്. അപ്പോൾ എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും പോയി കൂട്ടിക്കൊണ്ട് വാ, സന്തോഷമായിട്ട്. എനിക്ക് പോകാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. എല്ലാ വട്ടവും ഞാനാണ് പോകുന്നത്, ഫ്രണ്ടിൽ കയറിയിരുന്ന. പോട്ടെ, അച്ഛനോട് വണ്ടി എടുത്തോളാം പറ. അത് ആ ചേട്ടാ ചേച്ചിയുടെ കൂടെ പഠിച്ചാണോ? എനിക്കറിയത്തില്ല. ചേച്ചിയുടെ ജൂനിയർ ആട്ടം കണ്ട് പഠിച്ച ചേട്ടനാ കേട്ടോ. തൊമ്മേട്ടൻ്റെ കാര്യം വീഡിയോ പറഞ്ഞിട്ട് തൊമ്മേട്ടൻ്റെ ചേട്ടൻ്റെ മോനാണ്. എടുത്തോ, ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ. കൊച്ചിൻ്റെ നല്ലോണം കൊണ്ടുവന്നേ, കൊച്ചും കൂടെ കട്ടി ഉണ്ടോ അല്ലേ? ഞങ്ങള് രണ്ടുപേരും വരുമ്പോഴത്തേക്കും കട്ടില് പിടിച്ച് സെറ്റാക്കി ഇട്ടേക്കണം. അതൊക്കെ എല്ലാം റെഡി ആയിരിക്കും കേട്ടോ. റൂം സെറ്റാക്കണം, ഞാൻ പറഞ്ഞ പോലെ. ചേച്ചി വരുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ ഒരു ആളലായിരുന്നു. ഈ വീട്ടിൽ ഏറ്റവും വൃത്തിഹീനമായി കിടന്ന റൂം എൻ്റെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഈ കൊറിയറൊക്കെ അയക്കുന്നുണ്ട്, ഫുള്ള് വേസ്റ്റും പെട്ടിയും സെല്ലോ ടേപ്പും അങ്ങനെ കുറേ 1000 കൂട്ട സംഭവമായിരുന്നു. എന്നിട്ട് ഇന്ന് ഞാൻ ഇപ്പം അടിക്ക് പറക്കുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, കട്ടിലൊക്കെ തുണിയൊക്കെ ആയിട്ട് അലങ്കോലപ്പെട്ട് കിടക്കണം. ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ഫുള്ള് തുടച്ച് ഇതെല്ലാം പറക്കി മാറ്റി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സീലിംഗ് ഒക്കെ തുടച്ച്. ചേച്ചി വരുന്നതിന് ഇപ്പം ഇത്രയും ശരിയാക്കിയില്ലേ, എന്നെ ചിലപ്പോൾ ഇറക്കി വിടും. ഇന്ന് രാവിലെ തൊട്ട് ഇവരെല്ലാം പെരക്കി ചുറ്റും കിടന്ന് ഓടുമായിരുന്നു കേട്ടോ. ഓരോ പരിപാടി എന്തേലും ഒന്ന് വൃത്തിഹീനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ വൈലന്റ് ആവും. ഏറ്റവും വൃത്തിക്കാരി വീട്ടിലെ. പടകളല്ല, പടന്മാർ. പടകളെ. അപ്പൊ ഇവർക്ക് പോകാൻ ടൈമായി. ഒരുപാട് സംസാരിക്കുന്നില്ല. 3:45 എന്ന് പറഞ്ഞിട്ട് 4 മണിയായി. എന്നാ ഇറങ്ങിക്കോ. ഒന്നും വെക്കാനൊന്നുമില്ലല്ലോ, ഡിക്കി തുറക്കുന്നേ. ഈ ഫോണല്ലേ ഉള്ളൂ, വേറെ ഫോണിലല്ലോ. പോയിട്ട് വരാം. മേടിക്കാം. തിരിച്ചു വരുമ്പോ ആട്ടെ. അല്ല, അങ്ങോട്ട് പോകുമ്പോ മേടിച്ച് വെക്കാം. സെറ്റ്.
വാഗമണ്ണ് അടുക്കുന്നു. ഇനി എത്ര നേരം കൂടെ ഉണ്ട്? 3 മണിക്കൂർ മതി. ചേച്ചി പോന്നിട്ട് എത്ര മാസം? ചേച്ചി 1 വർഷം കഴിഞ്ഞല്ലേ? അതെന്നാ കാണുന്നത്? തടാകോ? നല്ല കാറ്റൊക്കെയല്ലേ വീശുന്നേ? 1 വർഷം കൂടി പൊന്നു ചേച്ചി വരുവാണ്. അതെ, എല്ലാ പ്രാവശ്യവും നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ജോസേട്ടനാ വരുന്നത്. ഈ പ്രാവശ്യം പുള്ളിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. തന്നെ നമ്മൾ സ്ഥിരം വരുന്ന വണ്ടിക്ക് എന്തോ പണിയായി. അതെ അതെ, നേരത്തെ ബുക്ക് ചെയ്ത് അതെന്തോ സർവീസിന് അങ്ങോട്ട് കയറിയേക്കുവാ. ചെറുപ്പം നെടുമ്പാശ്ശേരി വെച്ച് പുള്ളിയും കാണാം. 10 മണിയാകുമ്പം നമ്മൾ അതിന് മുമ്പേ പോരും. 10 മണിയാകുമ്പോൾ ജോസേട്ടൻ അവിടെ കാണുന്നുണ്ടാവും അല്ലേ? എറണാകുളത്ത് എന്തോ ഓട്ടത്തിന് പോയിട്ട് ആ വഴി വരുമെന്നാ പറഞ്ഞേക്കുന്നത്. നല്ല സ്ഥലമാണ് കേട്ടോ അവിടെ. അതെന്നാ അത് വേറെന്തോ ഒരു സാധനമാ, കറ്റാർ വാഴയുടെ ഒരു ഇതല്ലേ? പക്ഷെ അത് കറ്റാർ വാഴയല്ല, വേറെന്തോ മുള്ളോ. ഇതേലി പിള്ളേർ പേരൊക്കെ എഴുതി വെക്കത്തില്ലേ? പിള്ളേരെ പേരൊക്കെ എഴുതി വെക്കത്തില്ല. നല്ല ഭംഗിയാ കാണാനായിട്ട്. അതാ ഞാൻ പിന്നെ വണ്ടി നിർത്താവോന്ന് ചോദിച്ച് ഇറങ്ങിയത്. നല്ല ഭംഗിയാ കാണാനായിട്ട്. തേയില കമ്പനി അല്ലേ? അങ്ങോട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോകാൻ തടാകമുണ്ട് ഇവിടെ. 2 സൈഡിലായിട്ട് കവുങ്ങുന്തോട്ടമുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വണ്ടിയൊക്കെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ വരുന്നതാണ് സെറ്റ്. നല്ല ഭംഗിയാണ്. അതെ അതെ, ആ പച്ച നെറ്റ് ഇട്ട് കെട്ടിയേക്കുന്ന എന്തോ മരത്തൈ അതിന്റെ ഇടയ്ക്ക് കൂടെ വെച്ചേക്കുന്നത് ആണല്ലേ? തേയില തന്നെ ആയിരിക്കും. തേയിലയുടെ ഇടയ്ക്ക് കൂടെ നല്ല രസമുള്ള പ്രദേശമാണ്. കഴിഞ്ഞ തവണ ഞാൻ ചേച്ചിനെ നിങ്ങളെ വിളിക്കാൻ വന്നപ്പോൾ ഇവിടെ അധികം ഇതൊന്നും ഇല്ലായിരുന്നു, മരങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാം വെട്ടിക്കളഞ്ഞ സമയമായിരുന്നു. ഇപ്പൊ എല്ലാം സെറ്റായിട്ട് കിളുത്തൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കൊളുന്തുണ്ടോ? ഇല്ലല്ലേ? ഇപ്പൊ കൊളുന്ത് എടുത്ത് നിർത്തിയേക്കുക. 10-45 ദിവസമൊക്കെ ആവും. 15 എടുക്കും ഈ 2 അടിയൊക്കെ. എല്ലാം എടുത്ത് നിർത്തിയേക്കുന്ന. ചേച്ചി വരുന്നത് കൊണ്ട് കൊച്ചിന് എന്നാ പറയാനുള്ളേ? എനിക്കെന്നെ സന്തോഷം, അടിപൊളിയാണ്. ഇനി അവള് വന്നു കഴിയുമ്പോ 1 മാസം നിന്ന് കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴാണ് വിഷമം. ഇപ്പം ഭയങ്കര സന്തോഷാ, എക്സൈറ്റ്മെന്റ് ഉണ്ട് പോയി നോക്കി നിന്ന് വിളിച്ചോണ്ട് വരാനായിട്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ സ്ഥലം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇറങ്ങി കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ഇന്ന് എല്ലായിടം കണ്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ ഇറങ്ങി നിൽക്കുമ്പോ ഛർദിക്കൊന്നും ഇല്ല. അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ടാ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഇറങ്ങി നിന്നല്ലേ? അപ്പൊ ഇവിടം വരെ നമ്മൾ ഛർദിച്ചൊന്നുമില്ല. ശ്രദ്ധിച്ച് നമ്മൾ ഇവിടം വരെ വന്നു. ഈ വളവാണ് വിഷയം. വളവ് നമ്മളെ മൂലമറ്റം ചെല്ലണം. മൂലമറ്റം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ വളവും തിരിവൊന്നുമില്ല. ഞാൻ പയ്യെ വീഡിയോ ഒക്കെ പപ്പാനെ ഏൽപ്പിച്ചിട്ട് പയ്യെ ഉറങ്ങാനുള്ള പ്ലാനാണ്. ഇവിടെ കഴിയുമ്പോ തൊട്ട് സൈഡില് 2 ചില്ലും തുറന്നിട്ട് തരാം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക, കാണുന്ന നല്ല പ്ലേസ് വരുമ്പോൾ പറഞ്ഞ് വീഡിയോ എടുക്കുക, അത്രേ ഉള്ളൂ. പോയി നൈസായിട്ട് കൂട്ടിക്കൊണ്ട് വരിക. അപ്പൊ പൊന്നിച്ചേച്ചി 2:45 ആയപ്പോ അവിടുന്ന് കേറി. അതെ, 8 മണിയൊക്കെ ആവുമായിരിക്കും അല്ലേ? 8-8:30 ആവും വരുമ്പോ. പുറത്ത് വരുമ്പോ കുറച്ചുകൂടെ താമസിക്കും. പിന്നെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കുറച്ചുകൂടെ താമസിക്കും. പിന്നെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പൊന്നൂന് സ്വാതന്ത്ര്യം കിട്ടി ഇവിടെ വരുവാണ്. ദുബായിന്ന് ഇങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടി വരുവാണ്. പോയി കൂട്ടിക്കൊണ്ട് വരാം അല്ലേ? ഞാൻ പറയുമായിരുന്നു അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് കാണുന്നില്ലെന്ന്. മയിലായി പറന്നു
രാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ കുളിരണിയേ ഇനിയും ഒരു പൊൻപുലരീതിൽ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാൻ ആളുവാൻ പുൽക്കുഴിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചേരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ പുൽക്കുഴിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ. നമ്മളെവിടെ എത്തി? നമ്മള് മൂവാറ്റുപുഴയ്ക്ക് അടുത്തെത്തി അല്ലേ? ആ സമയം ഇപ്പൊ 6:06 ഇനി എത്ര നേരം കൂടെ ഇനി വേണം? നമുക്ക് എന്നാ ഒരു 40-35 മിനിറ്റ് 40 മിനിറ്റ് മിനിറ്റ് മതിയോ? അത്രയൊക്കെ മതി. ആണോ? അത് കഴിയുമ്പോ ചെല്ലുവോ? എന്തെങ്കിലും ചെല്ലല്ലേ? എന്റെ ഫുഡ് കഴിച്ചിട്ട് പോവല്ലേ? ഫുഡൊക്കെ നീ കഴിക്കും കൂടുമോ? കൂടാ. ആ എനിക്ക് കാപ്പി ഒരു ഇത് കൂട്ടുന്നത് 10. ആണോ? എനിക്കൊന്നും മേടിച്ചെന്നില്ലല്ലോ. വേണമെന്ന് പറഞ്ഞോണ്ടോ? ചിപ്സ് മേടിച്ചിട്ടുണ്ട്. ചിപ്സ് വേണ്ട, ചുമക്കും. നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. എയർപോർട്ടിന്റെ വെളിയിൽ ചെന്നിട്ടോരെ ചായ കൂടെ കുടിച്ചിട്ട് കയറുക. എന്നിട്ട് പൊന്നൂനെ കയറ്റിക്കൊണ്ട് വരുമ്പോ നമുക്ക് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ കയറി എന്തെങ്കിലും കഴിക്കാം. ഒരു തട്ട് തട്ടും. ഓക്കെ. ഞങ്ങൾ എയർപോർട്ടിൽ വന്നു കേട്ടോ. അല്ലേ, നമ്മൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റേ ആയുള്ളൂ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞില്ലേ? 8:30. ആ 8:30 ആവാൻ പോകുന്നു. 8:20. ആ അപ്പോൾ 8:30 മുമ്പായിട്ട് ഇറങ്ങി വരുമായിരിക്കും. ആ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജോസേട്ടനില്ലായിരുന്നു. നമ്മുടെ കൂടെ വന്ന പയ്യൻ വണ്ടി അങ്ങ് മാറ്റിയിടാനായിട്ട് മാറി. അപ്പം നമ്മൾ പൊന്നിക്കുത്തി വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നു. അതെ, അല്ലേ? വരും. അല്ല, വന്ന് ഇറങ്ങിക്കാണും. ചെക്കിങ്ങിന് ടൈം ആയിരിക്കും. മെസ്സേജ് ഒന്നും ഇട്ടില്ല. ഇല്ല, ഇട്ടിട്ടില്ല. ഞാൻ മെസ്സേജ് അയച്ചു. അന്നേരം നെറ്റ് ഓഫാ. നെറ്റ് ഓഫാ? ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നെറ്റ് ഓണാക്കുള്ളൂ. ഇവിടെ വരുന്ന ഓരോരുത്തരുടെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ സന്തോഷം. വീട്ടിലോട്ട് വരുന്നത്, നാട്ടിൽ വന്ന് ഇനിയിപ്പം അപ്പനെയും അമ്മേനെയും കാണുന്നതിന്റെ സന്തോഷം എല്ലാം ഇവിടെ കാണാനുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങോട്ട് പോകുമ്പോ എല്ലാരും കരക്കുകയാണ്. സങ്കടം. കൊച്ചു പിള്ളേരൊക്കെ കരയുന്നതും പോകുന്ന അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും കരഞ്ഞൊക്കെ പോകും. അതെ അതെ. ഇങ്ങോട്ട് വരുമ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല നിറഞ്ഞ ചിരിയാ. എല്ലാരും സന്തോഷത്തോടെയാ വരുന്നത് ഇങ്ങോട്ട് വരും. ഇതേ പോകുന്നു പട്ടി. ഓ കൊള്ളാല്ലേ, ഗെറ്റപ്പാ. അപ്പം നമ്മുടെ പൊന്നൂസിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അവള് വരുന്ന ഓരോ നിമിഷം ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ അവള് വരാനായിട്ട്. അപ്പ അറിയായിരുന്നു കാണാൻ കൊതിയായിരുന്നല്ലേ. 1 വർഷമായില്ലേ കണ്ടിട്ട്? അല്ല, നമ്മള് പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് പോയോണ്ട് നമുക്ക് 5-6 മാസമായി. ഞാനിപ്പോ ഇടയ്ക്ക് പോയോണ്ട് എനിക്ക് അങ്ങനെയില്ല. എന്നാലും കൊതിയുണ്ട് കാണാൻ. 9 മാസമായി കണ്ടിട്ട്. ഇതേ ഒരു ചെറുത് പോകുന്നത്. കൊച്ചു പോവാണോ? തന്നെ പോവാന്ന് തോന്നുന്നു. ഓളെന്തിയേ കാണുന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ വരൂ എന്ന് പറയുന്നല്ലോ.
അങ്ങോട്ടും പറയാൻ നേരം. ആ അച്ഛൻ ആദ്യം ഒന്ന് ഇറങ്ങി വന്നു, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഓടി, അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി വരും. നഷ്ടപ്പെട്ടു പോവോ എന്തോ. ആ എന്താ കാണാതെ പോയെന്ന് തോന്നുന്നു. 8:30 ആകുമ്പം ഇവിടെ ചെക്കിങ്ങോ എങ്ങാണ്ടാന്നാ പറഞ്ഞേ. 8:30 ആകുമ്പോ ഫ്ലൈറ്റ് ഇറങ്ങൂന്നങ്ങാണ്ടാ പറഞ്ഞേ. അത് കഴിഞ്ഞ് പിന്നെയും താമസം വരുവേലേ. പിന്നെ ഒത്തിരി ചടങ്ങുകളുണ്ട്, കൂടുതൽ ചെക്കിങ്ങും കാര്യങ്ങളും. ഓഗസ്റ്റ് 15 ആ ഇൻഡിപെൻഡന്റ് ഡേ ആയതുകൊണ്ട് കുറച്ചുകൂടെ പിടുത്തം കാണും, അതുകൊണ്ട് കുറച്ച് താമസങ്ങളൊക്കെ വരും. ഇവിടെ കുറെ സെക്യൂരിറ്റി ഒക്കെ കൂടുതലുണ്ട്. അതെ അതെ, കുറെ ചെക്കിംഗ് ഒക്കെ. 2 മാസം മുന്നേ ഞാനും ഇതില് ഇറങ്ങി വന്നേ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഈ മുഖം വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചേട്ടായി പറഞ്ഞു വിട്ടതാ കേട്ടോ. പക്ഷെ ഞങ്ങള് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ഒരു തവണ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കിളി മാറി, ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അതെ, നമ്മൾ അതിനിടയ്ക്ക് ഒരു കാപ്പി കുടിക്കാൻ മാത്രമേ നിർത്തൂ. അതെ, ഒരു കാപ്പി കുടിക്കാം. അത് ഞാൻ പോയോ ഇല്ല, ഇവരാ പോയത് കേട്ടോ. ഫിസിലടിച്ചപ്പോ കൊച്ചു തിരിഞ്ഞു നോക്കുന്നു. എന്തിനാണോ ഒരു അറിവും ഇല്ല. കുറെ നേരമായി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം നമ്മൾ ചേച്ചീനെ കൊണ്ടുവിടാൻ വന്നപ്പോ ഈ സംഭവം ഇവിടെ പണിയുന്നേ ഉള്ളൂ, ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്നിട്ട് മണ്ടയില് പോയി കണ്ടിട്ട് കാണിച്ചിട്ട് നമ്മൾ നോക്കിയപ്പോ ഇവിടെ എല്ലാം പണിയുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ സാധനം ഒന്നും ഇല്ല അന്നേരം ഇവിടെ. എന്തായാലും ആദ്യം ഈ എയർപോർട്ടും ഇതിന്റെ പരിസരവും ഇവിടുത്തെ ബാത്റൂമും മണ്ടയിലെ ബാൽക്കണി, വിമാനം വരുന്നതും പോകുന്നതും എല്ലാം കാണാനുള്ള ബാൽക്കണി എല്ലാം ആദ്യം നമ്മളെ പരിചയപ്പെടുത്തിയത് ജോസാണ് അല്ലേ? അതെ. അപ്പൊ പൊന്നുവിനും അറിയത്തില്ലായിരുന്നു ആദ്യം? അതെ. അല്ല, പൊന്നു അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ പൊൻചേച്ചി അതിനു മുന്നേ പൂലെന്നങ്ങാണ്ട് ഒരു തവണ വന്നിട്ടുണ്ട്. അതിന്റെ സൗണ്ടൊക്കെ ആണോ? ഇത്രയും മുഴക്കമൊക്കെ ഉണ്ടോ? അയ്യോ, അതിനകത്ത് ഇരിക്കുന്നവർക്ക് അറിയത്തില്ല ഇത്രയും, പക്ഷെ ഫീൽ ചെയ്യും കേട്ടോ ഇറങ്ങുന്നൊക്കെ. പറന്നിറങ്ങുമ്പോഴും സൗണ്ട്. അത് ഇതിന്റെ മണ്ടയിൽ ഇറങ്ങുന്നോണ്ടാ കേട്ടോ ഇത്രയും സൗണ്ട് ഫീൽ ചെയ്യുന്നേ. ഇതിന്റെ മണ്ടയിലല്ലേ ഇറങ്ങിയത്? ഇതിന്റെ അപ്പുറം. ഇപ്പൊ നമ്മള് പൊന്നൂസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടെ കാണിക്കുമെന്നാ പറയുന്നേ ഇത് വന്ന് ഇറങ്ങുമ്പോ. ആ അത് നമ്മുടേത് ഈ പ്രാവശ്യം എയർലൈൻസാ അല്ലേ? ഇന്ത്യൻ എയർലൈനാ. ആ അത് നോക്കി നമുക്ക് ഇവിടെ നോക്കിയാലൊന്നും കാണത്തില്ല. സ്പൈസ് ജെറ്റിനാണ് വരവ്, അതെ, പോക്കും. പക്ഷെ ഈ പ്രാവശ്യം എയർലൈൻ. ആ അല്ല, സ്പൈസ് ജെറ്റിനേക്കാളും നല്ലത് ഇന്ത്യൻ എയർലൈനാ. ബാക്കിയെല്ലാം നല്ല. ആ അവിടെ എനിക്ക് കണ്ണു പിടിക്കുന്നില്ല, അതല്ലേ ഏറ്റവും വലിയ ഇത്. അവിടെ പോയി നോക്കിയാലും അറിയാം. അവിടെ കണ്ടോ? അവിടെ പോയി നോക്കിയാലും അറിയാം. എന്നാലും വരട്ടെ. ആ നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ക്ഷീണിച്ചു അപ്പടി. ഇതേ കണ്ടിട്ടേ പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പടി ക്ഷീണമാണോന്നോ? ഞാൻ ചെന്നപ്പോ കുറച്ച് നന്നായിരുന്നു. ഇപ്പൊ പിന്നെ അയച്ചോടാ. ഇതേ വരുന്നു നമ്മുടെ ഹബീബി. ഇതല്ല, ഇതിന്റെ പുറകെ. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ക്ഷീണിച്ചു പോയി. മടുത്താ വരുന്നു. ആരാ ഇത്? ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. പപ്പായൊക്കെ ഇതാരാ വരുന്നത്? ആ ആണോ? അത് സാരമില്ല, ഞാൻ വന്ന് മെസ്സേജ് അയച്ചായിരുന്നു.
ആ പപ്പ എന്നോട് ചോദിക്കാം അതാരാ വരുന്നത്, നമുക്കറിയാവുന്ന പോലത്തെ ഒരു മൂക്കുള്ള കൊച്ചാണല്ലോ. കണ്ണ് കണ്ടപ്പോ മനസ്സിലായി. വണ്ടി അവിടെ ഒതുക്കിയിട്ടേക്കോ, നമുക്ക് വിളിക്കാം. വേണ്ട വേണ്ട, ഇല്ല വിളിക്കാം. പോന്ന് കേട്ടോ, അയ്യോ മെലിഞ്ഞു പോയി. ഇതേ ഓടുന്ന കണ്ടു, മോളെ കാണാൻ ഓടുക കേട്ടോ. ചെല്ല് ഓടി ചെല്ലേ. പോയി പിടിക്കുവേ. എന്റെ ഒട്ടടോ വിച്ചേച്ചോ, എന്റെ തെയ്യമ്മേ. ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ, ആവശ്യത്തിന് എന്റെ 1 ലക്ഷം വെറുതെ. ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ടു കേട്ടോ. ഞങ്ങള് ഹബീബിനെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ടിരിക്കുവായിരുന്നു. ഹബീബി സാധനം കിട്ടി വാഷ്റൂമിലൊക്കെ പോയിട്ടൊക്കെ വന്നു. ആണോ? ഞങ്ങൾ അമ്മേനെ വിളിച്ചായിരുന്നു കാണാതെ വന്നപ്പോ. ആണോ? അമ്മ ഇറങ്ങി. അമ്മ പറഞ്ഞു വിളിച്ചുമില്ല, മെസ്സേജ് അയച്ചുമില്ല, അതുകൊണ്ട് ഒരറിവും ഇല്ലെന്ന്. ഓ ഉറങ്ങാൻ പറ്റിയില്ല, പകലല്ലേ കേറിയത്. ഉറക്കക്ഷീണാ മുഖത്ത്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന്റെ. പപ്പ അവിടുന്ന് ചോദിക്കുവാണേ, ഇത് നമുക്ക് കണ്ടുപരിച്ചുണ്ട്, ഇതാണോ? ഞാൻ കണ്ണാടി സ്പെക്സ് എടുത്ത് വെച്ച്, കാരണം ഇവ ഉയർത്ത് നിൽക്കുവാണെങ്കിൽ എനിക്ക് കാണത്തില്ലല്ലോ. ഭയങ്കര മെലിഞ്ഞു പോയി. ഇത് മതി വളരെ കഷ്ടപ്പെട്ട് കുറച്ചപ്പാ. 2 കിലോ കൂടുതലായിരുന്നു. ഒരു ഫിലിപ്പിനോ കൂടുതലാ എക്സ്ട്രാ ഉള്ളത് എടുത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറത്തൊരു മലയാളിയായിരുന്നു ഇരുന്നത്, ഒരു മേഡം. പുള്ളിക്കാരി ചോദിച്ചു എത്ര കിലോ ഓവർ വെയിറ്റ് ഉണ്ട്, 2 കിലോ എന്ന് കണ്ടു. നമ്മൾ 4 കിലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 കിലോ ഉണ്ട്, എൻ്റെ ഈ വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് വെയിറ്റ് എടുക്കത്തില്ല, ഞാനിത് വിടാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏത് സീറ്റാണ് കൊടുത്തതെന്ന് ചോദിച്ചു. ഏറ്റവും ഫ്രണ്ടിൽ വിജയത്തിൻ്റെ ആ ചേട്ടന്റെ കാറ് കണ്ടാ നമുക്കറിയത്തില്ല. ഇല്ലെന്നേ, പപ്പായ്ക്ക് അറിയാം, എനിക്കറിയത്തില്ല. ഞാനത് കേറിയപ്പോ തൊട്ട് ഫ്ലാറ്റ് ആയിരുന്നു. അറിയത്തില്ല. ബനിയൻ ചേച്ചി മേടിച്ചാ. അതെ ഞാനിങ്ങനെ നോക്കി വരുമായിരുന്നു. അപ്പച്ചനും കൊച്ചും കൂടെ എവിടെയാ നിൽക്കുന്നതെന്ന് ഞാനിവിടെ ഇങ്ങനെ നോക്കി വന്നേ, കണ്ടില്ല. ആണോ? അപ്പച്ചനും കൊച്ചൊന്നും അല്ല, ഞങ്ങൾക്ക് ചെറുപ്രായമാണ്. ഞങ്ങള് വണ്ടി വരുന്നുണ്ടെന്ന് ഛർദിക്കട്ടെ. എയർ ഇന്ത്യയിൽ നല്ല ഫുഡായിരുന്നു. ആദ്യം ബിയർ, വിസ്കി, ബ്രാൻഡ്, റമ്മ്, ജ്യൂസ്, ചായ ഒക്കെ തന്നു, റിഫ്രഷ്മെന്റ്. അത് കഴിഞ്ഞപ്പോൾ അവര് എന്തോ പൊറോട്ട, ചിക്കൻ റോൾ എന്തോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറെന്തോ സാധനം തന്നു. പിന്നെ ചായ കൊണ്ടുതന്നു. എല്ലാം തിന്നു. രണ്ടുപേരും കൂടെ ഇതൊക്കെ തുറന്ന് വണ്ടിയിൽ എടുത്തു വെക്കുക കേട്ടോ. അച്ചോടാ കുന്തിക്കൊണ്ട് പോവാനോടാ? ആണോ? പോയേക്കാം. വെയിറ്റ് ഉണ്ടായിരുന്നു അതിന്. ആ ഇല്ലില്ല. അപ്പം പൊന്നു ചേച്ചി വന്നിറങ്ങി. ഞങ്ങളിവിടെ കാലടി തന്നെയുള്ളൊരു ഹോട്ടലിൽ വന്നു. മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം നെയ് റോസ്റ്റ്. പൊന്നു നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ എവിടെ ചെന്നാലും ഉണക്ക പിന്നെ എന്നാ കറി ഇതുണ്ട്. എന്നായിരുന്നത്? അപ്പൊ ചായക്ക് പറഞ്ഞോളൂ. ചായയൊക്കെ പറ. അപ്പൊ കഴിക്കാം. തലവണ്ണയോ? എന്താണ് ഇത് ഉപയോഗിച്ചത്? ആണോ? പൊന്നു വന്നാൽ തന്നെ ഇത് കറിക്ക് വെച്ച് ചേർന്ന് ഉറക്കുവാൻ. ആണോ? വാ, സഞ്ചിയുണ്ടോ? അതൊക്കെ പെട്ടി എടുക്കാം. ഞാനാണല്ലോ ഗ്ലാസ്സോ?
ഗ്ലാസ് വായു ഞാൻ ഉണ്ട്. ക്ഷീണിച്ചു പോയി കൊണ്ടുക്കെടുത്തോ കട്ടിലൊക്കെ വിരിച്ചിട്ടേക്ക് വാ. കേറ്. വെട്ടി വലുതായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അല്ല പെട്ടി തൂക്കിക്കൊണ്ട് ഓടുന്നിട്ട് പെട്ടി വജ്രായുധം കണ്ടോ വിറ്റത്ത് കുറയ്ക്കുന്നേ. ചേരമോളെ ഒന്നുമില്ലടി വട്ടം. പെട്ടിക്ക് കനമൊന്നുമില്ല. 1:30 വരെ ഉറക്കളച്ച് ചുമ്മാ പോയി കിടന്ന് ഉറങ്ങിയേക്കാം. ഗ്യാസ് കയറിയോ? ഇരുന്നിട്ടായിരിക്കും കുറെ നേരമായി ഇരിക്കുന്നുണ്ട്. എടാ കാവടി തുള്ളി പോയ ആളാണോടെ ഈ കോലം തുള്ളി വരണേ. റംബൂട്ടാൻ മേടിച്ചോ? ഞാൻ കൊച്ചിനോട് പറഞ്ഞു കേട്ടോ റംബൂട്ടാൻ മേടിക്കണം. അയ്യോ പെട്ടി എടുത്ത് വെക്കാം. മാളക്കുട്ടിക്ക് തണുപ്പ് അടിച്ചപ്പോ തന്നെ ചുമ കൂടി. ആ എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ലായിരുന്നു. ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 220 കിലോമീറ്റർ. ഇനി കട്ടൻ ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ചേട്ടായി പോയ വണ്ടി കൊണ്ട് എങ്ങനുണ്ടായിരുന്നു ഇന്നോവയിലെ യാത്ര? സൂപ്പറായിരുന്നോ? ക്ഷീണമാണോ? പിന്നെ 3 ദിവസത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് നേരിങ്ങ വന്ന് കഴിഞ്ഞാൽ ക്ഷീണം ഇല്ലാതിരിക്കുമല്ലോ. ഓടിക്കോ. ഞങ്ങൾ ഇതിനിടയ്ക്ക് 3-4 വണ്ടി വന്നപ്പോ എല്ലാം ഇറങ്ങി നോക്കി. അമ്മ ഇവിടെ വാഗമണ്ണ് താഴെ ഭയങ്കര മഞ്ഞായിരുന്നു. വഴി കാണുന്നില്ല. വഴി കാണുന്നില്ലേ? വഴി കാണുന്നില്ല. പിന്നെ വഴി കാണാതെ ഞങ്ങൾ എങ്ങനെ വരാന്? ഞങ്ങള് ഡോറ് തുറന്നിട്ടേക്കായിരുന്നു, ഛർദിച്ചാലൊന്നും ഓർത്തിട്ട്. ഗ്ലാസ് തുറന്നിട്ടേക്കായിരുന്നു. അപ്പൊ അകത്തും കീറി മഞ്ഞ്. അപ്പൊ അകത്തും പുറത്തും മഞ്ഞായി. അപ്പൊ കാണുന്നില്ല. കൊതുക് ചത്തുപോയോ? ഈ പോക്കോണൊക്കെ മേടിച്ചിട്ടുണ്ട് തിന്നാത്ത. ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊണ്ടുവന്ന് ഉണക്കപ്പോക്കോണ. ഇതെന്നെ നടി ചിപ്സ്. അമ്മ എന്തി? അമ്മ ഈ സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറക്കം വന്ന് കിളി പറയും അമ്മയുടെ. അമ്മ പറഞ്ഞു കൊച്ചിന് നാളെ സ്കൂളിൽ പോകേണ്ടതാ, കൊച്ചു എപ്പോ വരുവോ ആവൂന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. നിന്റെ തലക്ക് ചുറ്റും കൊതു പുറക്കുന്നത്. 2-3 കൊതു സന്ധ്യയാകും കരുതാ. അതിന് ബാറ്റ് വെച്ച് പിടി. പോയി. അപ്പം ചേച്ചി വന്നിട്ട് ഞാനും അമ്മയും ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു വെച്ചേക്കോ കേട്ടോ. അത് കണ്ടത് ചേച്ചി ചിരി തുടങ്ങി. അല്ലേ അമ്മേ? ഒരാൾ വന്നത് വിമിഷ്ടപ്പെട്ട് ഓടിപ്പോയി ബാത്റൂമിൽ കയറി. തണുപ്പായണ്ടോ? ചേച്ചി കേറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അടച്ചു വെച്ചേക്കുന്നേ. ആ എന്റെ കൊച്ചിന് മാത്രം ചുമയായിരുന്നു. എന്നാലും ചേച്ചിനെ കൂട്ടാൻ ഞാനും കൂടെ പോകുന്നു കൊണ്ട് വാശി പിടിച്ചു പോയതാ കേട്ടോ. കാവടി തുള്ളിപ്പോയാണ്. ട്രാജഡി ആയിട്ട് വന്നിരിപ്പുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല. ചുമയായോണ്ട് മിണ്ടാൻ പറ്റത്തില്ല. വേറെ ഒന്നും ഒരു കുഴപ്പമില്ല. ആണോ? ഇനി കുട്ടുമോന്റെ ബാഡ്മിന്റൺ കളിയാണ്. അത് പറന്നുപോയി. അത് ചാർജ് ഇല്ലെന്നേ. കൊതുകിനെ തോണ്ടി പിടിക്കാൻ നോക്കിയാ പിടിക്കാൻ പറ്റത്തില്ല. കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ലേ? ക്ഷീണമൊന്നുമില്ലായിരുന്നു. എങ്ങനെയുണ്ട്? ഇന്നോവ ഫസ്റ്റ് ടൈം നമ്മളെ യാത്ര ചെയ്യുന്നതേ. അടിപൊളിയല്ലേ? ആ ചേട്ടനാണേലും നമ്മുടെ ആറ്റുകാലിലുള്ള കേട്ടോ. ജ്യൂസ് ചേട്ടൻ അറേഞ്ച് ചെയ്തതാണ്. നമ്മുടെ ചേച്ചിനെക്കാട്ടിലും ചേച്ചിയുടെ ജൂനിയർ ആയിട്ട് പഠിച്ചതാ. ഇച്ചിരി ജൂനിയർ ആയിട്ട് പഠിച്ചാണ്. നമ്മൾ നല്ല പരിചയക്കാരാണ്. ചേട്ടൻ ബാങ്ക് ജോലിയായിരുന്നു. ഇപ്പം റിസൈൻ വെച്ച് ഇറങ്ങിയാന്ന് തോന്നുന്നു. അപ്പം ഇവിടെ നമ്മളൊരു മതില് കെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. നാളെ വൈകിട്ട് വരെ ചേച്ചിക്ക് പെർമിഷൻ ഇല്ല. കയറാൻ മാട്ടെ ഇനി. നാളെ വൈകിട്ട് വരെ പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇന്ന് ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പം കാണാൻ ആകാംക്ഷയൊക്കെ തോന്നുവാണെങ്കിൽ പഴയ വീഡിയോ എടുത്ത് നോക്കുക. പിന്നെ ചേച്ചിക്ക് അതിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും വരുന്നുണ്ട്. അതുമാണ് കയറണം എന്ന് പറഞ്ഞത്. അതെന്നാ പറ്റിയെന്നറിയോ? വയറിങ് ചെയ്യുന്ന ചേട്ടന്മാർ നമുക്കൊരു 4 ദിവസം പോസ്റ്റ് തന്നു. അവർ വന്നില്ല. അവരും വരുമായിരുന്നെങ്കിൽ നീ വരുമ്പോഴത്തേനെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചേനെ. ഒരു ദിവസം കൂടെ മെനക്കെട്ട്
ഇരിക്കുക. വൈകുന്നേരം ആകുമ്പോഴേ ഞാൻ എണീക്കത്തുള്ളൂ. അത്രയ്ക്ക് ക്ഷീണമുണ്ടോ? ക്ഷീണം. അതൊക്കെ ശരി. പിന്നെ ഈ വട്ടം വന്നിട്ട് വല്ലതും തടി വെച്ചൊന്നുമില്ല കേട്ടോ, ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി, കുഞ്ഞു പിള്ളേരെ പോലെ പോയി. കഷ്ടപ്പെട്ട് വണ്ണം കുറച്ചവരുടെ ദണ്ണം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും നടന്നു വരുവാ, പപ്പ ഇതാണോ നമുക്ക് പരിചയമുള്ള കൊച്ചിനെ പോലും. ആ നമുക്ക് പരിചയം. മൂക്കൊക്കെ എവിടെയോ പരിചയം. തത്തമൂക്കാ, മൂക്ക് മാത്രം ഞങ്ങൾ നല്ല പരിചയോ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ മണി 2 പോകും. 1:30 40 ഞങ്ങൾ തന്നെയല്ലേ ഉള്ളായിരുന്നു. തണുപ്പടിക്കണ്ട. പൊന്നു എന്നാണല്ലോ അമ്മ തന്നുവിട്ടെ തലവണ്ണയും വെച്ച് കമ്പിളിയും പോച്ച് സുഖം ഉറക്കും. മോള് ഫ്രണ്ടിന് മറ്റേ ഇത് പെടലിയെ വെക്കുന്ന ഈ സാധനം ആ സാധനം വെച്ചിട്ട് ഇവിടുന്ന് അവിടെ വരെ ചോദിച്ചു. നെടുമ്പാശ്ശേരി ചെന്ന് ഇറങ്ങി, അവിടുന്ന് 3-4 ചുമ ചോദിച്ചു. തിരിച്ചിങ്ങോട്ട് മാളക്കുട്ടിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ മാറാൻ പാടാണ്. 1 മാസം വേണം. പിന്നെ ആ അത് തന്നെയാണോ ചെറുപ്പം മുതൽ അങ്ങനെ? നമ്മളെ പൽമോനെ കാണിക്കാം. പരുമൂനിയോ? പരമോനെ അല്ല, പൽമോനെ കാണിക്കാന്ന്. ശ്വാസകോശത്തിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാം. അതിന്റെ പേരിന പൽമോനോ പത്മനോ? പൽമോനോളജിസ്റ്റ്. ഇവര് നമ്മളൊരു ആണോ ഒരു ആശുപത്രി പോയിട്ട് അങ്ങനെ എഴുതി അങ്ങനെ എഴുതി നമ്മൾ കണ്ടിട്ടില്ലേ? പൽമോനോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരെ നോക്കാനായിട്ട്. എനിക്ക് ശ്വാസകോശത്തിന് ഒരു കുഴപ്പമില്ല. ഇനി നീ ശ്വാസകോശത്തിന് കൂടെ പ്രശ്നമാണ്. ശ്വാസകോശ സ്പോഞ്ച് പോലെയാണോ നമുക്കിത് പോയി നോക്ക്. ഇപ്പം ചുമ വന്നിട്ട് 2 ദിവസമായിട്ട് നല്ല ചുമയാണ്. കൊച്ചിനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ കൊച്ചിന് നമ്മളിൽ ഈ പരമോന്നതനെയും കൂടെ കാണിക്കാം. ഞാൻ തുടങ്ങി വെച്ചത് തീർത്തിട്ട് പരമോന്നത ക്ഷീണിച്ചു വേദന കണ്ടിട്ട് മനസ്സിനൊരു വിഷമമുണ്ട്. അമ്മയ്ക്ക് ഉറക്കക്ഷീണം, അതുകൊണ്ട് ഇപ്പൊ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കറക്കി എടുത്ത് താഴെ ഇടാനൊന്നും പറ്റില്ല കേട്ടോ. ക്ഷീണിച്ച് ആവശ്യം തന്നെ ഇരിക്കുക. എന്ന് വെച്ചാൽ പപ്പായും കൂടെ ഇല്ലാത്തതുകൊണ്ട് പണിക്കാരും ഉണ്ടായിരുന്നു, ഞാനും അമ്മയും കൂടെ ആയിരുന്നു പണിയെല്ലാം ചെയ്തത്. അമ്മ ഇതേ കിടന്ന് ഉറങ്ങി. സത്യം പറഞ്ഞാൽ വണ്ടി വരുന്നുണ്ടെന്നുണ്ട് പപ്പ വിളിച്ചില്ലേ ഇന്നടുത്ത് ആയെന്നുണ്ട്. അപ്പൊ ഞാൻ തട്ടി എണ്ണിപ്പിക്കുക. ഞാൻ മത്തായിപ്പാറ വന്നപ്പോ പപ്പ ആശുപത്രിപ്പടി നടന്ന് വിളിച്ച്. അപ്പൊ എന്റെ മനസ്സിൽ എന്നാന്നറിയാവോ, ഓക്കെ ഇപ്പൊ വീടെത്ത്. ഞാൻ എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ തല നോക്കി നോക്കുക, എടാ ഇത് എത്തിയില്ലേ. അപ്പൊ പപ്പ പറയാം, അല്ല അമ്മേനെ ഇപ്പൊ വിളിച്ചാലും അപ്പോഴത്തേക്കാണ് കടിഞ്ചായ ആകത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ മത്തായിപ്പാറ. അമ്മ അത് കഴിഞ്ഞ് 5-10 മിനിറ്റ് കഴിഞ്ഞ് എണ്ണീറ്റത് അല്ലേ പറഞ്ഞേ. അപ്പൊ ആശുപത്രി പഠിക്കാൻ വന്നിട്ട് വിളിച്ചാലോ? ആശുപത്രി പഠിക്കാൻ ഇങ്ങോട്ട് 2 കിലോമീറ്റർ പോകും, മത്തായിപ്പാറയിൽ 6 കിലോമീറ്റർ ഉണ്ട്. അതാണ് കാൽക്കുലേഷൻ. കൃത്യം കഴിഞ്ഞാൽ തരത്തില്ല ഞങ്ങളുണ്ടോ. അയ്യോ ഞാൻ വെള്ളം തിളച്ചിട്ട് നിർത്തി വെച്ചിട്ട് പിന്നെയും പോയി 5 മിനിറ്റ്. അമ്മ ഇവിടുന്ന് അവിടെ പോയി കിടക്കും, അവിടുന്ന് ഇവിടെ വന്ന് കിടക്കും. അങ്ങനെ പരിപാടിയായിരുന്നു. നിങ്ങളുണ്ടോ എന്റെ ഐഡിയ? അതാ പറയുന്നത്, രാത്രിയാണെങ്കിലും നമുക്കൊരു ഐഡിയ ഒക്കെ വേണം. അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു. ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അപ്പം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ആ പിന്നെ കൊച്ചു വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഈ 1 മാസത്തേന്. പിന്നെ എനിക്ക് വയ്യാതൊക്കെ ഇരിക്കുന്നു. മാളക്കുട്ടിക്ക് ചുമയാണ്. അങ്ങനെ ചെറിയ ചെറിയ സാങ്കേതിക തകരാറുകൾ ഉണ്ട്. എന്നാലും എല്ലാ പ്രാവശ്യവും അവിടെ വരുമ്പോ ജോസേട്ടൻ ഇവിടെ കൂടെ കാണുന്നതാണ്. അപ്പൊ ജോസേട്ടന്റെ ഒരു അഭാവമുണ്ട്. അപ്പം ഇവിടെ പോകുമ്പോ അത് അടിപൊളിയാക്കാം. ജോസേട്ടനെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും. ജോസേട്ടന് ഭയങ്കര വിഷമായിരുന്നു. എല്ലാ വട്ടം നമ്മുടെ കൂടെ വന്നിട്ട് ഈ വട്ടം വേറെ അർജന്റ് ഓട്ടോ ആയതുകൊണ്ട് കേട്ടോ, വേറെ ആരെയും വെക്കാനും പറ്റിയല്ല. അങ്ങനെ ഒരു ഓട്ടോ ആയിരുന്നു. ഇല്ലേ നമ്മുടെ കൂടെ വന്നേനെ. അത് കുഴപ്പമില്ല. നമുക്കിനിപ്പോ ജോസേട്ടന് തിരക്കാണെങ്കിലും നമുക്ക് ഇപ്പം പോയ ചേട്ടനാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പരിചയമുണ്ടല്ലോ. ജോസേട്ടൻ ആരെ പറഞ്ഞു വിടുന്നോ അവര് നമുക്ക് ഓക്കെയാണ്. കൊച്ചിന്റെ കൂടെയാണ് കിടക്കുന്നത്. കൊച്ചിന് ഉറക്കം വരുന്നുണ്ട്. ചേച്ചീനെ ഇങ്ങനെ കിളി വിളിച്ചോണ്ടിരിക്കുകയാണ്. ഉടുപ്പൊക്കെ മാറിയിട്ട് ഉടുപ്പൊക്കെ കൊണ്ടുവന്നോ? കൂടെയല്ല കിടക്കുന്നത്, ചേച്ചി എന്റെ കൂടെയാണ് കിടക്കുന്നത് അല്ലേ? ഉടുപ്പൊക്കെ കൊണ്ടുവന്നോ? ഈ വട്ടം എല്ലാ വട്ടം ചേച്ചി വരുമ്പം കുറെ പേര് ഇങ്ങനെ നോക്കും അവൾ എന്നൊക്കെ കൊണ്ടുവരുന്നതെന്ന്. ഈ വട്ടം അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല, വാപ്പടമുള്ള ഒരു കാര്യപ്പെട്ടി മാത്രം കേട്ടോ. പിന്നെ ആ ഒരു ബാഗ്, അതിൻ്റെ അകത്ത് തന്നെ ഡ്രസ്സ് നല്ല വെയിറ്റ് ഉണ്ട്. ആണോ? അതിനകത്ത് മറ്റേ ഇതൊക്കെ ഉണ്ട്. എന്നാന്നറിയാമോ, കശുവണ്ടി ഉണ്ട് അല്ലേ? അതിനുശേഷം ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ കൂടെ പ്ലാസ്റ്റിക്. അപ്പൊ ഈ പെട്ടിക്ക് കാവൽമാല കേട്ട ഞാന് അപ്പൊ ബാഗ് എന്റെ റൂമിലോട്ട്
അലക്കാനുള്ള എന്റെ ഒരു 2 ജീൻസ് ഉണ്ട്, ഒരു 2-3 ബനിയനുണ്ട്, എല്ലാം അലക്കി തരണം. എന്നാ കാവൽമാല ഇന്ന പിടിച്ചോ. അപ്പൊ കാവൽമാല അത് ഏറ്റിട്ട് ആ പണി ചെയ്യുക. മറ്റേ സഞ്ചി ഞാനായിട്ട് അതിനകത്ത് ഈ കാവൽമാല. എനിക്ക് ഒരു കാവൽ മാലാഖേനെ വേണ്ട, എനിക്ക് ഈ മാലാഖേനെ അങ്ങോട്ട് റൂമിലോട്ട് തന്നാ ഒന്ന് കെട്ടിപ്പിടിച്ച്. ഇപ്പഴേ ഈ സ്നേഹമുള്ളൂ, 2 ദിവസം കഴിയുമ്പോ ഞങ്ങൾ ഇവിടെ അടിച്ചു പിരിഞ്ച്. പക്ഷെ ഇപ്പൊ അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒന്ന് ഒതുങ്ങി നിൽക്കും കൊച്ചു. നിങ്ങള് വീഡിയോ വല്ലതും എടുത്ത പിള്ളേരെ? വീഡിയോ ശകലമുണ്ട്. ഇറങ്ങി വരുന്ന പോർഷൻ എങ്ങനെ കിട്ടിയോ? ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറുന്നത് ഞങ്ങൾ എന്തായാലും ഭക്ഷണം കൊണ്ട് വച്ചേക്കുന്ന എടുത്തിട്ടുണ്ട് അല്ലേ? ആ കാര്യത്തിലൊക്കെ നമ്മൾ ചേട്ടാ ചേട്ടാ ബീഫ് കറി ഉണ്ടോന്ന് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ചോദിച്ചോ? ഇവിടുന്ന് പിന്നെ പഠിക്കാൻ പോയപ്പോ ഉള്ള മുഖമായി പോയി. ആ മൈത്രിയില് പഠിക്കാൻ പോയിട്ട് വന്ന പോലെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു ഇത് എന്നാ വണ്ണം, അപ്പച്ചിമാരുടെ കൂട്ട് ഭയങ്കര വണ്ണമാന്ന് പറഞ്ഞു. കാരണം അപ്പച്ചിമാരെല്ലാം നല്ല വണ്ണമുള്ളവരല്ലേ, പാരമ്പര്യം നിനക്ക് ഭയങ്കര വണ്ണം വെക്കൂന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി പഞ്ചസാരയും കഴിക്കാതെ ചോറും കഴിക്കാതെ വണ്ണം കുറച്ചോണ്ട് വന്നപ്പോ എന്നോട് ചോദിച്ചു. കറക്റ്റ് എനിക്കും തോന്നി ആദ്യം വന്നു പിന്നെ നേഴ്സിംഗ് കോളേജിൽ പോയിട്ട് വരുമ്പോ ഇത് ഈ ലുക്കാണ്, സെയിം ലുക്ക്. എന്തായാലും ഷുഗർ കുറച്ചാൽ പഞ്ചസാര കുറച്ചാണല്ലോ വണ്ണം കുറയും. ഞാനും ഇനിയിപ്പോ പഞ്ചസാര ഹോട്ടലിൽ ഇരുന്നപ്പോഴേ എന്റെ ഷൂ, ചെരുപ്പ് എല്ലാത്തിലും മറക്കാൻ കാര്യമില്ല, മഴ എതിർത്തില്ല. കൊള്ളാം കേട്ടോ. അത് മറ്റേ അത് ഓൾറെഡി ഓർഡർ പറഞ്ഞു. ഇവിടെ നോക്കുന്ന സാധനം അപ്പായോ കലോറി ഒക്കെ നോക്കാം. കലോറി ആണോ? പിന്നെ ഞാനപ്പോ രാവിലെ നടന്നിട്ടേ എത്ര കലോറി കുറഞ്ഞെന്ന് നോക്കാമല്ലോ അല്ലേ? അപ്പൊ അതിന്റെ കൈ വെക്കണം. എനിക്ക് വാച്ചുണ്ട്. കലോറി നോക്കുന്ന മിഷൻ മേടിച്ചാലും വാച്ച് വേണം. കലോറി നോക്കാൻ നടക്കുന്നു. ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പുതിയ റൂമിലേക്ക് കയറുന്നത്. ഇല്ല, ഇനി കുറച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഞങ്ങൾ എന്തോ ഒരു പണിയായിരുന്നു അതിന്റെ അകത്ത്. വൈകിട്ടേ കാണിക്കുള്ളൂ. നാളെ വൈകിട്ടേ കാണിക്കുള്ളൂ. എന്നാ വെച്ചാൽ നാളെ വൈകിട്ട് നമ്മളെ കൊച്ചുകൊണ്ടുള്ളൂ. നാളെ കൊച്ചു സ്കൂളിൽ പോയല്ലേ, കൊച്ചുകൊണ്ടുള്ളപ്പോ വീഡിയോ എടുക്കാം. ഉരുക്കൊണ്ട് പോവല്ലേ സാധാരണ എന്റെ ചേർത്തനല്ല നീ എന്റെ മോതിൽ ഉരുക്കൊണ്ട് പോയി വന്നത്. കഴിക്കാനുണ്ടാക്കണോ? എനിക്കൊന്നും വേണ്ട. വിശക്കുന്നുണ്ടോ? ഇപ്പൊ ആണെങ്കിൽ നമ്മളെ കോഴിയിട്ട് മുട്ടയുണ്ട് പൊരിച്ചു തരാം ചൂടോടെ. ഈ തണുപ്പത്തിൽ വന്നിട്ട് മുട്ട തിന്നാൻ പറ്റുമല്ല. കട്ടൻ ചായ ഓരോ ഗ്ലാസും കൂടെ. ചായ ബൂസ്റ്റ് ഇട്ട്. എന്നെ ഒന്ന് ഉറക്കി തരുമോ? എന്നാ എല്ലാം കൂടെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോ അടിച്ച് പൊളിക്കാം അല്ലേ? കുറെ ഏറെ ട്രിപ്പും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാരും ഇപ്പം കിടന്ന് ഉറങ്ങും. കൊച്ചുനാളെ സ്കൂളിൽ പോണ്ടേ? പിന്നെ വേണ്ടേ? അയ്യോ ഇവിടെ താനെ പോവടോ. നമുക്ക് സാറുമാരോടൊക്കെ പറയാം. പണ്ട് ഞാനും പോകത്തില്ലായിരുന്നു. നമുക്ക് അങ്ങനെയൊക്കെ പറയാം. എന്നാ പറയണ്ടേ? എനിക്ക് മൂഡ് തോന്നിയാലേ പോകത്തുള്ളൂ. കൊച്ചു ഒറ്റ ദിവസം പോലും പോകാതിരിക്കല. ഞാൻ ഈ പ്രാവശ്യം സ്കൂൾ തുറന്നിട്ട് +2 പോയിട്ട് ഒറ്റ ദിവസം പോലും തന്നില്ല. ചേച്ചി വരുമ്പോ ചേച്ചിയോട് ഇരിക്കാനായിട്ട് പോകാതിരുന്നില്ല. നാളെ പോണം, കാരണം നാളത്തെ പഠിത്തമൊന്നുമില്ല. ശനി ഞായർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അത് ശരിയാ. നാളെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം ചേച്ചി കിടന്ന് ഉറങ്ങുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ തേരപ്പാര ഇവനെ വഴക്കുണ്ടാക്കി നടന്നിട്ട് സ്ഥിരം പോകുന്ന അങ്ങനെ നല്ലതാ. സ്കൂളിൽ നമ്മൾ സ്ഥിരം പോവാണല്ലേ. പണ്ട് ഹാജരുള്ളവരെ ജയിപ്പിച്ചു പോവായിരുന്നു. ഇപ്പൊ ഹാജരില്ലെങ്കിൽ തോപ്പിച്ചാലോ? അങ്ങനെയൊന്നുമില്ല, കൊണ്ട് മാത്രം ജയിപ്പിക്കുള്ളൂ. എന്നാ മതി. അപ്പൊ ഇങ്ങനെ ഹാജരില്ലായിരുന്നു ജയിപ്പിക്കാൻ. ഞാൻ തോറ്റില്ല ഒറ്റ ക്ലാസ്സിൽ പോലും തോക്കാതെ. അതിനറിയോ, അവര് എന്റെ രജിസ്റ്റർ നോക്കി പേരുമില്ല. ടീച്ചർ എന്നും വിളിച്ചിട്ട് കാണാൻ നമ്മൾ വെട്ടി വിട്ടു. അങ്ങനല്ല, മറ്റേ കാണാതെ വരുമ്പം പിറ്റേ ദിവസം റീസൺ ചോദിക്കണല്ലോ. അപ്പൊ അപ്പച്ചി ശാന്തപ്പച്ചിയോട് ചോദിക്കും എന്നാ ഇന്ന് കുട്ടൻ വരായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ടീച്ചറെ, ഇനി എത്തിയിട്ടില്ല, അവൻ കളിക്കുവാന്ന് തോന്നുന്നു പറയും. പിറ്റേ ദിവസം പപ്പാ ചെല്ലും, കുട്ടന്റെ പനി ആയതുകൊണ്ടാ കേട്ടോ വരാതിരുന്നത്. പനിയായിരുന്നു, ചന്ദ്രന് പനിയായിരുന്നു. അപ്പൊ എല്ലാരും ഉറങ്ങാൻ വേണ്ടി പോണം. ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ, സീ യു.